എല്ലാവർക്കും നമസ്തേ. അങ്ങനെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ NEP-യിൽ ഒപ്പുവയ്ക്കേണ്ട അവസ്ഥ എത്തിച്ചേർന്നു. അവരത് ഒപ്പുവയ്ക്കുകയും ചെയ്തു. എത്രമാത്രം നാണക്കേടാണ് അവർക്ക് ആ സർക്കാരിനുണ്ടായിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുക. ഇത്രയും വർഷം ഞങ്ങൾ ഈ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുകയില്ല എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെയും ജനങ്ങളെയും വെല്ലുവിളിച്ച് നടന്ന ഒരു സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. അവസാനം അവർ ആ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ അതിൽ ഒപ്പുവയ്ക്കാൻ നിർബന്ധിതരായിരിക്കുന്നു. അതിന് മുന്നണിയിൽ പോലും സംസാരിക്കാതെ ഏകപക്ഷീയമായിട്ടാണ് CPM അതിൽ ഒപ്പുവെച്ചത്. അതിനവർ നിർബന്ധിതരായി എന്ന് വേണം പറയാൻ. അതിനവർ ന്യായം പറയുന്നത് ഇതിനകത്തിൽ ഒപ്പുവെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട സംസ്ഥാന സർക്കാർ ഒരുപാട് കടത്തിലാണ് നിൽക്കുന്നത്, കടക്കെണിയിലാണ്. അതിൽ നിന്ന് തരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ തടഞ്ഞു വെച്ചിരിക്കുന്ന ഫണ്ട് കിട്ടൂ എന്നാണ് പറയുന്നത്. നല്ല കാര്യം. എന്തുകൊണ്ട് നേരത്തെ ഇത് ചെയ്തില്ല? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എത്രമാത്രം ദേശവിരുദ്ധ മനോഭാവമാണ് ഈ ഇടതുപക്ഷ സർക്കാരിന് എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മളുടെ ഞാൻ ഉൾപ്പെടെയുള്ള തലമുറയും എനിക്ക് മുമ്പുള്ള തലമുറയും നമ്മൾ പഠിച്ചു വന്നിരുന്നത് തെറ്റായ ഭാരത ചരിത്രമായിരുന്നു, ശരിയായ ഭാരത ചരിത്രമായിരുന്നില്ല. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അധികാരത്തിലേറിയ നെഹ്റു തൊട്ടുള്ള പ്രധാനമന്ത്രിമാർ, സർക്കാരുകൾ, അവർ കുറേ ചരിത്രകാരന്മാരെ അവർ കണ്ടെത്തുകയും, അത് ഇടതുപക്ഷ ചിന്താഗതിയുള്ള ചരിത്രകാരന്മാർ, സ്വാഭാവികമായിട്ടും അവർക്ക് ദേശീയബോധം എന്ന ഒരു സംഗതി അവരുടെ മനസ്സിലില്ലാത്തവരാണ്. ഇടതുപക്ഷ ചിന്താഗതിക്കാരായതുകൊണ്ട് അവരെ വെച്ച് കുറേ ഭാരത ചരിത്രം അങ്ങ് എഴുതിച്ചു. അതായിരുന്നു ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫലം എന്താണ് നമ്മുടെ രാജ്യത്തുണ്ടായത്? നല്ലൊരു വിഭാഗം ആൾക്കാർക്ക് ഭാരതീയൻ എന്നുള്ള ഒരു ആ അഭിമാനബോധം ഇല്ലാതായി. ഭാരതത്തോടുള്ള കൂറ് വളരെ കുറഞ്ഞു, ഇല്ലാതായി എന്ന് തന്നെ പറയാം. അതിൻ്റെ കാരണമായി നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയേക്കാൾ അവർ കാക്ഷിച്ചത് സ്വന്തം പുരോഗതി. അത് രാഷ്ട്രീയത്തിൽ കൂടിയാണേലും ഏത് രീതിയിലാണെങ്കിലും അതിനൊരു മാറ്റം വരുത്തുന്നതിനായിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിൻ്റെ യഥാർത്ഥ ചരിത്രം വരും തലമുറ പഠിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി NEP രൂപപ്പെടുത്തിയെടുത്തതും രാജ്യത്ത് നടപ്പാക്കാൻ തുടങ്ങിയത്. BJP-യുടെയും NDA-യുടെയും സർക്കാരുകൾ ഇത് രാജ്യത്ത് നടപ്പാക്കിയെങ്കിലും കേരളവും തമിഴ്നാട് പോലുള്ള സർക്കാരുകൾ അതിൽ നിന്ന് മുഖം തിരിച്ചു നിന്നു. എന്തായാലും നടപ്പാക്കിയേ തീരൂ, ഈ വിദ്യാഭ്യാസ നയം നടപ്പാക്കിയേ തീരൂ എന്നുള്ളത് അറിയാമെങ്കിൽ കൂടിയും കേരളവും ഇതുവരെ അതിന് തയ്യാറായിരുന്നില്ല. ഇപ്പോഴാണ് അവരത് ഒപ്പുവെക്കുന്നത്. ഇവരെല്ലാ കാര്യത്തിലും അത് തന്നെയാണ് ചെയ്യുന്നത്. നേരത്തെ നമുക്കറിയാം ആരോഗ്യ വകുപ്പിൽ സംഭവിച്ചെന്താണെന്ന്. അത് ആയുഷ്മാൻ ആരോഗ്യമന്ത്രിന്ന് സർക്കാർ ആശുപത്രികളുടെ പേര് മാറ്റണം എന്ന് പറയുകയും അതനുസരിച്ച് ബോർഡ് വെച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ കേരള സർക്കാർ അത് തയ്യാറായിരുന്നില്ല. ആദ്യം ഞങ്ങൾ എന്തു വന്നാലും ഇത് നടപ്പാക്കുകയില്ല എന്ന് വീമ്പ് പറഞ്ഞ് നടന്ന് അവസാനം കേന്ദ്രം പറഞ്ഞതുപോലെ ആശുപത്രികളുടെ പേര് മാറ്റേണ്ടി വന്നു. എല്ലായിടത്തും ആയുഷ്മാൻ ആരോഗ്യമന്ത്രിന്ന് ബോർഡ് വെക്കേണ്ടി വന്നു. അല്ല എങ്കിൽ ഇവർക്ക് ഫണ്ട് കിട്ടത്തില്ല എന്നുള്ളവർക്ക് മനസ്സിലായി. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ തന്നെ ഈ സർക്കാർ ആശുപത്രികൾ പ്രവർത്തിക്കുന്നതിൽ 60% കേന്ദ്രത്തിൻ്റെ പണം കൊണ്ടും വെറും 40% മാത്രമാണ് സംസ്ഥാന സർക്കാരിൻ്റെ പണം ഇതിനു വേണ്ടി വിനിയോഗിക്കുന്നത്. ഈ 60% ഫണ്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ചിന്തിച്ച് നോക്കുക. അവസാനം അവരത് തയ്യാറാകേണ്ടി വന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഈ വിദ്യാഭ്യാസ നയത്തിൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. ഇതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ഇത്രയും വർഷം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള, കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുള്ള
ഫണ്ട് നഷ്ടപ്പെടുകയും വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഉയർത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ കൂടി പോകേണ്ടി വരികയും ചെയ്യുകയാണ് ഉണ്ടായത്. അതിനൊരു മാറ്റമാണ് ഇനി വരാൻ പോകുന്നത്. കേന്ദ്രത്തിൻ്റെ നയമനുസരിച്ച് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ യഥാർത്ഥ ചരിത്രം ഇനി മുതൽ ഇവിടെ സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ടി വരും. അത് വളരെയേറെ അത്യാവശ്യമുള്ള കാര്യമാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. കാരണം നമ്മുടെ ഈ ഭാരതീയൻ എന്നുള്ള അഭിമാനബോധം, ആ ഒരു സ്വാഭിമാനം നമ്മളിൽ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ യഥാർത്ഥ ചരിത്രം പഠിച്ചേ തീരൂ. നമുക്ക് തന്നെ അറിയാം, നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് പുരാതന കാലത്ത് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഭാരതത്തിൻ്റെ ഒരു ഗുരുവിൻ്റെ സ്ഥാനമായിരുന്നു. അന്ന് പാശ്ചാത്യ നാടുകളിൽ നിന്നുൾപ്പെടെ, ചൈനയിൽ നിന്നും അറബി നാടുകളിൽ നിന്നും എല്ലാം വിജ്ഞാനം തേടിയും ആൾക്കാർ നമ്മുടെ ഭാരതത്തിൽ വന്നുകൊണ്ടിരുന്നു. പുരാതനമായ 2 സർവകലാശാലകൾ, നാളന്തയും തക്ഷശിലയും, അവിടുത്തെ വിദ്യാർത്ഥികളായി വളരെയേറെ ആൾക്കാരായിരുന്നു അന്യനാടുകളിൽ നിന്ന്, അറബി നാടുകളിൽ നിന്നും പാശ്ചാത്യ നാടുകളിൽ നിന്നും ഉൾപ്പെടെ വന്നുകൊണ്ടിരുന്നത്. അത്രമാത്രം മഹത്തായ പാരമ്പര്യം ഉണ്ടായിരുന്ന ഒരു ദേശമായിരുന്നു നമ്മുടെ ഭാരതം. അത് ചില വൈദേശിക ആക്രമണങ്ങൾ കാരണം നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ഈ 2 സർവകലാശാലകൾ നശിപ്പിക്കപ്പെട്ടു. എന്നിരിക്കൽ കൂടിയും അന്നത്തെ ആ പാരമ്പര്യം വളരെയേറെ, അത്രത്തോളം ഇല്ലെന്നുണ്ടെങ്കിലും വളരെയേറെ നമ്മൾക്ക് ഇപ്പോഴും പകർന്നു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഭാവി തലമുറയിലേക്ക് അതിൻ്റെ പഴയ വൈഭവത്തിൽ തന്നെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചതും അതനുസരിച്ച് പാഠ്യപദ്ധതി പരിഷ്കരിച്ചത്. ഇതിൻ പ്രകാരം നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ ചരിത്രം പഠിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യത്തോടുള്ള ആ ഒരു സ്നേഹം, ആ കടപ്പാട്, ആ കൂറ്, ഇതെല്ലാം ജനങ്ങളിൽ അതിലൂടെ വളർത്താൻ ശ്രമിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഈ നാടിനോടുള്ള ആ ഉത്തരവാദിത്വം ഉത്തരവാദിത്വ ബോധം അല്ലെന്നുണ്ടെങ്കിൽ കൂറ്, കടപ്പാട് എല്ലാം കൂടുതലായിട്ട് ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇടതുപക്ഷം ഇതിനെ എതിർത്തുകൊണ്ടിരുന്നതെന്നാൽ അവർക്കറിയാം, അവരെന്നും ദേശീയതയ്ക്കെതിരാണ്, ഭാരതീയതയ്ക്കെതിരാണ്. ഭാരതീയത ദേശീയത, ഭാരതമെന്ന ആ ഒരു സ്നേഹം ജനങ്ങളുടെ ഉള്ളിൽ രൂഢമൂലമായാൽ കമ്മ്യൂണിസത്തിന് ഇവിടെ ഒരു രീതിയിലും നിൽക്കക്കള്ളി ഇല്ലാതാകും എന്നുള്ള കാര്യം അവർക്ക് നന്നായി ബോധ്യമുണ്ട്. അതിനാലാണ് അവർ ഇതിനെ എതിർത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ഈ കുട്ടി സഹാക്കളും ഒക്കെ പറയും, നമ്മൾ കേൾക്കാറുണ്ട്, ചങ്കാണ് ചൈന, ചങ്കാണ് ചൈന, ചങ്കാണ് ചൈന. ഈ ഒരു ബോധം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകും ഈ ഒരു ദേശീയ വിദ്യാഭ്യാസ നയം പ്രാബല്യത്തിൽ വന്നാൽ. അപ്പോൾ ചങ്കാണ് ചൈന എന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് ജനങ്ങൾ, ഇവരോടൊപ്പം നിന്ന് അങ്ങനെ പറഞ്ഞിരുന്ന ജനങ്ങൾ അല്ലെങ്കിൽ അവരുടെ അടുത്ത തലമുറ ചങ്കാണ് ഭാരതം, ചങ്കാണ് ഭാരതം, ചങ്കാണ് ഭാരതം എന്ന് പറയും എന്ന് ഈ ഇടതുപക്ഷക്കാർക്കറിയാം, കമ്മ്യൂണിസ്റ്റുകൾക്കറിയാം. അതുകൊണ്ട് മാത്രമാണ് അവർ ഇതിനെ ഇതുവരെ എതിർത്തുകൊണ്ടിരുന്നത്. പക്ഷേ അവരുടെ ആ ഗതികേട് എന്നാലോചിച്ച് നോക്കൂ. ഇതുവരെ എന്തിനെ എതിർത്തിരുന്നുവോ അത് അതേപോലെ നടപ്പാക്കേണ്ട ആ ഒരു ഗതികെട്ട അവസ്ഥയിലാണ് അവരെത്തിയിരിക്കുന്നത്. അത് ഒരർത്ഥത്തിൽ അത് വളരെയേറെ നല്ലതാണ്. കാരണം ഇവർ കേരളത്തിൽ മാറി തിരിഞ്ഞും അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ത്യ മറ്റ് ഭാഗങ്ങളില്ലെങ്കിലും കേരളത്തിൽ ഇടയ്ക്ക് അധികാരത്തിൽ വരാൻ വളരെയേറെ സാധ്യതയുള്ള ഒരു പാർട്ടി തന്നെയാണ് CPM അല്ലെ ഇടതു മുന്നണി. അവരിനിയാണെങ്കിലും അധികാരത്തിൽ വന്നാൽ ഭാരതം എന്ന ഈ രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വം ഭരണം നടപ്പാക്കുന്ന പദ്ധതി, ദേശീയ താല്പര്യത്തിനനുസരിച്ച് നടപ്പാക്കുന്ന പദ്ധതി ഇവിടെ നടപ്പാക്കിയേ തീരൂ എന്നുള്ള ഒരു സന്ദേശമാണ് ഇവർക്ക് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത്.
അതനുസരിച്ച് തന്നെ വേണം നമ്മുടെ സംസ്ഥാനവും മുന്നോട്ട് പോകാൻ എന്നുള്ള കാര്യം അവരിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആത്മാർത്ഥതയോടല്ല എങ്കിൽ കൂടിയും അവർ അതിന് തയ്യാറാകേണ്ടി വന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യം. ഇവരെന്തായാലും മാറുകയില്ല, ഇവരുടെ മനസ്ഥിതി മാറുകയില്ല, ഇവരിൽ ദേശബോധം ഉണ്ടാകുകയില്ല. അടുത്ത തലമുറയെങ്കിലും ഇവരുടെ തന്നെ അടുത്ത തലമുറ തന്നെ മാറി ചിന്തിക്കുന്നതിന് വേണ്ടി ഏറ്റവും അനുയോജ്യവും അനിവാര്യവുമായിട്ട് ഉള്ള പാഠ്യപദ്ധതിയാണ് നമ്മൾ കേരളത്തിലും ഇനി പഠിച്ച് മുന്നോട്ട് പോകാൻ അവസരമൊരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ കേന്ദ്ര സർക്കാരിനെ അത്രമാത്രം അനുമോദിക്കേണ്ടിയിരിക്കുന്നു, അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ ചരിത്രം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ തയ്യാറായതിൽ നമ്മൾ അവരെ അനുമോദിക്കണം, അഭിനന്ദിക്കണം. മറ്റ് കാര്യങ്ങൾ ഇനി ഇതിൽ മാത്രം നിർത്താതെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തെ സ്വാഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനെല്ലാം കേന്ദ്ര സർക്കാർ തയ്യാറാകണം എന്ന് മാത്രമാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഈ ദേശീയബോധമുള്ള എല്ലാ ജനങ്ങളുടെയും മനസ്സിലുള്ളത് എന്ന കാര്യവും കേന്ദ്ര സർക്കാർ അടിയന്തിരമായി പരിഗണിക്കേണ്ടതാണ്. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.